Pharmacy and Therapeutic Committee. Pharmacy and Therapeutic Committee. ഷോർട്ടായിട്ട് പറയും PTC. ഓക്കെ, ഈ ഫാർമസി ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റി എന്നുള്ള ടോപ്പിക്കിൽ നമുക്ക് മെയിനായിട്ട് പഠിക്കാനുള്ളത് ഇറ്റ്സ് ഓർഗനൈസേഷൻ ആൻഡ് ഫങ്ഷൻസ് ഓഫ് ഫാർമസി ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റി. ഓക്കെ, സോ ലെറ്റ്സ് സീ വാട്ട് ആർ ദ മേജർ സിഗ്നിഫിക്കൻസ് ഓഫ് ഫാർമസി ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റി. എന്തിനാണ് നമുക്ക് ഈ ഫാർമസി ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റി? ഇറ്റ്സ് ആക്ച്വലി എ കമ്മിറ്റി ദറ്റ് ഈസ് ഫോംഡ് ഇൻ ദ ഹോസ്പിറ്റൽ. ഹോസ്പിറ്റലിൽ ഫോം ചെയ്യുന്ന ഒരു കമ്മിറ്റിയാണ്. വാട്ട് ഈസ് ദ മേജർ റോൾ? ഓക്കെ, ഈ കമ്മിറ്റിക്കകത്ത് നോർമലി നമുക്കതിൻ്റെ ഓർഗനൈസേഷൻ കോമ്പോസിഷൻ പിന്നെ പഠിക്കാനുണ്ട്. ഞാൻ ജസ്റ്റ് പറയാം. അതിനകത്ത് മെയിൻലി ഫിസിഷ്യൻ, നേഴ്സസ്, ഫാർമസിസ്റ്റ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ, അങ്ങനെ ഇത്രയും ആൾക്കാരാണ് മെയിനായിട്ട് വരുന്നത്. പിന്നെ കുറേ സബ് കമ്മിറ്റീസ് ഉണ്ടാവും. അതിൻ്റെ ഡീറ്റെയിൽസ് നമ്മൾ പറയാം. നമുക്ക് ഇവിടെ ഉള്ള പ്രശ്നം, എന്തിനാണ് ഈ കമ്മിറ്റി? വാട്ട് ഈസ് ദ റോൾ ഓഫ് ദിസ് കമ്മിറ്റി? ഓക്കെ, സോ ആക്ച്വലി PTC ഹെൽപ്സ് ഇൻ മാക്സിമൈസിങ് സേഫ്, ഇഫക്റ്റീവ് ആൻഡ് റാഷണൽ യൂസ് ഓഫ് ഡ്രഗ്സ്. എന്താ പറഞ്ഞാൽ ഈ റാഷണൽ യൂസ് ഓഫ് ഡ്രഗ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? റാഷണൽ യൂസ് ഓഫ് ഡ്രഗ്സ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു പേഷ്യൻറ്റിന് ഡ്രഗ്സ് കൊടുക്കുകയാണെങ്കിൽ ഇറ്റ് ഷുഡ് ബി റാഷണലൈസ്ഡ്. റാഷണലൈസ്ഡ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. പിന്നെ ദാറ്റ് ഈസ് ഡ്രഗ് ഷുഡ് ബി അപ്രോപ്രിയേറ്റ് ആൻഡ് ഡ്രഗ്സ് ഷുഡ് ബി കോസ്റ്റ് ഇഫക്റ്റീവ്. വളരെ കോസ്റ്റ്ലി ആയിട്ടുള്ള ഒരു ഡ്രഗൊന്നും ചിലപ്പോൾ എല്ലാവർക്കും അഫോർഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഡ്രഗ് എഫക്റ്റീവ് ആയിരിക്കണം, അപ്രോപ്രിയേറ്റ് ആയിരിക്കും, പക്ഷേ കോസ്റ്റ് എഫക്റ്റീവ് ആയിരിക്കണം. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്ന ഒരു കമ്മിറ്റിയാണ് ഫാർമസി ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റി. അപ്പോൾ ഇതിൻ്റെ ഫാർമസി ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റിയുടെ മേജർ ഫങ്ഷൻസ് ഉണ്ട്, അതിൻ്റെ ഓർഗനൈസേഷൻ ഉണ്ട്. അതാണ് നമ്മൾ ഇതിനകത്ത് പഠിക്കുന്നത്. ഓക്കെ, സോ ദ മേജർ റോൾ ഈസ് ഇറ്റ് ഹെൽപ്സ് ടു മാക്സിമൈസിങ് സേഫ്, ഇഫക്റ്റീവ് ആൻഡ് റാഷണൽ യൂസ് ഓഫ് ഡ്രഗ്സ്. എങ്ങനെയാണ് ഇത് സേഫ്, എഫക്റ്റീവ് ആൻഡ് റാഷണൽ യൂസ് ഓഫ് ഡ്രഗ്സിനെ പ്രൊമോട്ട് ചെയ്യുന്നത്? അതാണ് നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത്. ആൻഡ് ഹൗ PTC act as a key organizational keystone in this procedures. Okay, അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത്. ഫസ്റ്റ് we will see the definition of pharmacy and therapeutic committee, that is PTC. Actually the pharmacy and therapeutic committee is policy framing and recommending body. It is a policy framing and recommending body to the medical staff. എന്തിനുള്ളതാ? To the medical staff and the administration of the hospital on matters related to therapeutic use of drugs. So it is a major policy framing body ആണ്. എന്തിനെ പറ്റിയിട്ട്? related to therapeutic use of drugs. ഓക്കെ, തെറാപ്യൂട്ടിക് എങ്ങനെയാണ് ഒരു ഡ്രഗ് യൂസ് ചെയ്യേണ്ടത് എന്നുള്ളതിനുള്ള ഒരു പോളിസി ഫ്രെയിം ചെയ്യുന്ന ടീമിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? PTC, that is Pharmacy and Therapeutic Committee. Actually committee composed of physician, pharmacist and other healthcare professionals. Okay, so next, why we need PTC? എന്താണ് PTC? ഓരോ ഹോസ്പിറ്റലിലും PTC വേണ്ടതിൻ്റെ എന്തിനാണ് PTC? എന്താണ് PTC കൊണ്ടുള്ള ഗുണം ഒരു ഹോസ്പിറ്റലിന്? ചില ഇഷ്യൂസ് ഉണ്ടാവും ഹോസ്പിറ്റലിൽ. ഒരു ഇഷ്യൂ ആണ് പുവർ സെലക്ഷൻ ഓഫ് മെഡിസിൻസ് വിത്തൗട്ട് കൺസിഡറേഷൻ ഫോർ റിലേറ്റീവ് എഫിക്കസി, കോസ്റ്റ് എഫക്റ്റീവ്നെസ് ആൻഡ് ലോക്കൽ അവൈലബിലിറ്റി. അങ്ങനെയുള്ള ഒരു പ്രശ്നം വരും. ഒരു ഹോസ്പിറ്റലിന് വേണ്ട ഡ്രഗ്സ് ഇഷ്യൂസ് ഇൻ പുവർ സെലക്ഷൻ ഓഫ് മെഡിസിൻ, ദാറ്റ് ഈസ് വിത്തൗട്ട് കൺസിഡറേഷൻ ഓഫ് ഫോർ റിലേറ്റീവ് എഫിക്കസി, കോസ്റ്റ് എഫക്റ്റീവ്നെസ് ആൻഡ് ലോക്കൽ അവൈലബിലിറ്റി. അതായത് എഫിക്കസി നോക്കാതെ, കോസ്റ്റ് എഫക്റ്റീവ്നെസ് നോക്കാതെ, അടുത്ത് കിട്ടുന്നത് നോക്കാതെ ഒരു ഡ്രഗ്സ് സെലക്ട് ചെയ്യുക, ഹോസ്പിറ്റലിന് വേണ്ട ഡ്രഗ്സ്, അങ്ങനെയുള്ള ഇഷ്യൂസൊക്കെ വരാം. അതൊക്കെ നോർമലി അഡ്രസ്സ് ചെയ്യുന്നത് PTC ആണ്. ഓക്കെ, ദ നെക്സ്റ്റ് പ്രോബ്ലം ഇൻഎഫിഷ്യൻറ്റ് പ്രൊക്യൂർമെൻറ്റ് പ്രാക്ടീസ്. ഇൻഎഫിഷ്യൻറ്റ് പ്രൊക്യൂർമെൻറ്റ് പ്രാക്ടീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡ്രഗ് ഡ്രഗ് പർച്ചേസ് ചെയ്യുമ്പോൾ ഇൻഎഫിഷ്യൻ്റ് ആയിട്ട് പർച്ചേസ് ചെയ്യുക, അങ്ങനെയുള്ള ദാറ്റ് വിൽ റിസൾട്ട് ഇൻ ടു ദി non availability of inadequate quality, then wastage of drugs, then the major procured drugs may be expensive, that cannot be afforded by patients. Okay, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട്. that is mainly due to inefficient procurement practice. Then prescribing not in accordance with the standard treatment protocol. അപ്പോൾ PTC ആണ് ഒരു സ്റ്റാൻഡേർഡ് ട്രീറ്റ്മെൻറ്റ് പ്രോട്ടോകോൾ ഉണ്ടാക്കുന്നത്. അതിൻ്റെ ബേസ് ചെയ്തിട്ട് വേണം ഹോസ്പിറ്റലിലെ ഫിസിഷ്യൻസ് ഡ്രഗ്സ് പ്രിസ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ,
അപ്പോൾ അങ്ങനെയുള്ള ഇഷ്യൂസ് എല്ലാം അഡ്രസ്സ് ചെയ്യുന്നത് PTC ആണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ള പ്രോബ്ലംസ്. ദെൻ പുവർ ഡിസ്പെൻസിങ് പ്രാക്ടീസ്. ഫാർമസിസ്റ്റിൻ്റെ മേജർ പ്രശ്നമാണ് പുവർ ഡിസ്പെൻസിങ് പ്രാക്ടീസ് ദാറ്റ് റിസൾട്ട് ഇൻ ദി മെഡിക്കേഷൻ എറർ. അതായത് പേഷ്യൻ്റെ മെഡിക്കേഷൻ എറേഴ്സ് ഇൻ മെഡിക്കേഷൻ, അതായത് പേഷ്യൻ്റെ മെഡിക്കേഷൻ കഴിക്കുന്ന സമയത്ത് വേരിയസ് എറേഴ്സ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. പുവർ ഡിസ്പെൻസിങ് പ്രാക്ടീസ്, അതായത് ഡോസ് മാറിപ്പോവാം, ടൈം മാറിപ്പോവാം, അങ്ങനെയുള്ള ഇഷ്യൂസൊക്കെ വരും. ഓക്കെ, ദെൻ പേഷ്യൻസിന് ഒരു റിക്വയർഡ് നോളജ് ഇൻഫോർമേഷൻസ് ഒന്നും ഫാർമസിസ്റ്റ് കമ്മ്യൂണിക്കേറ്റ് ചെയ്തില്ലെങ്കിൽ ദാറ്റ് വിൽ ഓൾസോ അഫക്ട്സ്. ഓക്കെ, ദെൻ മെഡിക്കേഷൻ ഇൻകംപ്ലയൻസ് എന്ന് പറയും. അതാണ് പേഷ്യൻ്റ് നോട്ട് അഡ്ഹറിങ് ടു ഡോസിങ് ഷെഡ്യൂൾ. അതിനാണ് നമ്മൾ ഇൻകംപ്ലയൻസ് എന്ന് പറയുന്നത്. നോൺ കംപ്ലയൻസ് എന്ന് പറയും. ഓക്കെ, കംപ്ലയൻസ് എന്ന് പറഞ്ഞാൽ അഡ്ഹർ ടു ഡ്രഗ്സ്, ഇത് നോൺ കംപ്ലയൻസ് ആണ്. പേഷ്യൻ്റ് നോട്ട് അഡ്ഹറിങ് ടു ഡോസ്. ഇത്രയും പ്രോബ്ലംസിനെ അഡ്രസ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു പ്രത്യേക പോളിസി ഫ്രെയിമിംഗ് കമ്മിറ്റി അത്യാവശ്യമാണ് ഹോസ്പിറ്റൽ. ആ കമ്മിറ്റിയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഫാർമസി ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റി. ഓക്കെ, സോ PTC, from this we came into the point that PTC is very essential for a hospital setup. Okay, next is what are the objectives of the PTC. Actually PTC have 3 objectives ആണുള്ളത്. That is advisory at acting. PTC means pharmacy and therapeutic committee can act as a advisory board for running of a effective running of hospital. Okay, then educational, അതായത് ഹോസ്പിറ്റലിലുള്ള ഹെൽത്ത് കെയർ പ്രൊഫഷണൽസിൻ്റെ നമ്മുടെ ക്വാളിറ്റി ഓഫ് ലേണിംഗ് സ്കിൽ ഇമ്പ്രൂവ് ചെയ്യുക, പിന്നെ കണ്ടിന്യൂയിങ് മെഡിക്കൽ എഡ്യൂക്കേഷൻ നടത്തുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ PTC ചെയ്യാറുണ്ട്. പിന്നെ ഡ്രഗ് സേഫ്റ്റി ആൻഡ് അഡ്വേഴ്സ് ഡ്രഗ് മോണിറ്ററിങ്, ഡ്രഗിൻ്റെ സേഫ്റ്റി റിക്വയർമെൻറ്റ് എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യുക, പിന്നെ ADR എപ്പോഴും മോണിറ്റർ ചെയ്യുക. ഇതൊക്കെയാണ് മേജർ ഒബ്ജക്റ്റീവ് ഓഫ് ദി PTC. ഇതിനു വേണ്ടിയാണ് PTC ഉണ്ടാക്കിയിരിക്കുന്നത്. സോ ഫസ്റ്റ് കമ്മിങ് ടു അഡ്വൈസറി. ഓക്കെ, എങ്ങനെയാണ് അഡ്വൈസറി ആയിട്ട് ആക്ട് ചെയ്യുന്നത്? സോ ഫസ്റ്റ് റോൾ ആസ് എൻ അഡ്വൈസറി, the PTC recommends the adoption of policies or assist in the formulation of broad professional policies regarding evaluation, selection and therapeutic use of drugs in the hospital. So PTC recommend a broad policies. എന്തിനെ പറ്റിയുള്ള പോളിസീസ്? റിഗാർഡിംഗ് ഇവാലുവേഷൻ, സെലക്ഷൻ ആൻഡ് തെറാപ്യൂട്ടിക് യൂസ് ഓഫ് ഡ്രഗ്സ് ഇൻ ദി ഹോസ്പിറ്റൽ. ഓക്കെ, നെക്സ്റ്റ് അഡ്വൈസറി റോളാണ്. ദ PTC സെർവ്സ് ആസ് ആൻ advisory capacity to medical staff and hospital administration in all matters pertaining to the use of drugs including the investigational drugs. Okay, അതായത് ഡ്രഗ്സിനെ പറ്റിയുള്ള ഫുൾ കാര്യങ്ങൾക്കും ഒരു അഡ്വൈസ് കൊടുക്കണം. ഓക്കെ, ആർക്കൊക്കെ അഡ്വൈസ് കൊടുക്കാം? മെഡിക്കൽ സ്റ്റാഫിന് കൊടുക്കാം, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷന് കൊടുക്കാം. ഇതിനകത്ത് ഇൻക്ലൂഡിങ് ഇൻവെസ്റ്റിഗേഷണൽ ഡ്രഗ്സ്, അതായത് ന്യൂവർ ഡ്രഗ്സ് ഒക്കെ ഏതെങ്കിലും കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ അതിനെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽസ്, എവിഡൻസ് ബേസ്ഡ് മെഡിസിൻ എന്ന് പറയും. അതാണ് ഇൻവെസ്റ്റിഗേഷണൽ ഡ്രഗ്സ് എന്ന് പറയുന്നത്. അതായത് ഇപ്പോൾ ഒരു ന്യൂവർ ഡ്രഗ്സ് പ്രാക്ടീസ് ചെയ്ത് ന്യൂവർ ഡ്രഗ്സ് കണ്ടുപിടിച്ച് അതിൻ്റെ എഫിക്കസി, അതിനെ പറ്റിയുള്ള സ്റ്റഡീസൊക്കെ ഡീറ്റെയിൽസ് അഡ്വൈസ് കൊടുക്കുന്നത് PTC ആണ്. ഓക്കെ, ദെൻ PTC makes recommendation concerning drugs to be stocked in hospital patient care area. ഏതൊക്കെ ഡ്രഗ്സ് ആണ് ഒരു ഹോസ്പിറ്റലിൽ സ്റ്റോക്ക് ചെയ്യേണ്ടത് അതിനെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽസും PTC കൊടുക്കും. പിന്നെ ദ കമ്മിറ്റി ഓൾസോ അഡ്വൈസസ് ദ ഫാർമസി ഇൻ ദ ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് ഡ്രഗ് ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് കൺട്രോൾ പ്രൊസീജിയർ. നമ്മൾ ഓൾറെഡി ഡ്രഗ് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റംസ് പലതും പഠിച്ചു. അപ്പോൾ ഒരു ഹോസ്പിറ്റലിന് ഐഡിയൽ ആയിട്ടുള്ള ഒരു ഡ്രഗ് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം നമ്മൾ ഹോസ്പിറ്റലിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യണം. ദാറ്റ് ഷുഡ് ബി ഇംപ്ലിമെൻറ്റഡ് ബൈ PTC. ഓക്കെ, നെക്സ്റ്റ് ഈസ് എഡ്യൂക്കേഷൻ. നെക്സ്റ്റ് ഒബ്ജക്റ്റീവ് ആണ് എഡ്യൂക്കേഷണൽ. ഓക്കെ, PTC recommends or assist in the formulation of knowledge updating among health professional. അത് നോർമലി നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുതിയ കാര്യങ്ങൾ വരുമ്പോൾ CME കണ്ടക്ട് ചെയ്യുക. CME എന്ന് പറഞ്ഞാൽ കണ്ടിന്യൂയിങ് മെഡിക്കൽ എഡ്യൂക്കേഷൻ. അത് ദാറ്റ് വിൽ ഹെൽപ്സ് ടു physician, nurses and pharmacists and other healthcare professionals. Okay, that will helps to give some current medical knowledge matter related to drugs and their uses. Okay,
ഇങ്ങനെയുള്ള അപ്ഡേറ്റ് ചെയ്യാനുള്ളൊരു ഇതുണ്ടാക്കി കൊടുക്കുക, അവസരം ഉണ്ടാക്കി കൊടുക്കുക. And PTC also evaluates the problem related to distribution and administration of medication, including medication incidents. Medication incident എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും മെഡിക്കേഷൻ കൊണ്ട് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടായിക്കഴിഞ്ഞാൽ, ഓക്കെ, നോർമലി അഡ്വേഴ്സ് ഡ്രഗ് ഇവൻറ്റ്സ് എന്നാണ് അതിനെ പറയുന്നത്. ഓക്കെ, അങ്ങനെയുള്ള അഡ്വേഴ്സ് പ്രോബ്ലംസ്, എന്തെങ്കിലും സീരിയസ് ആയിട്ടുള്ള അഡ്വേഴ്സ് എഫക്ട്സ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എപ്പോഴും അഡ്രസ്സ് ചെയ്യണം. ആരാണത്? PTC ആണ് അഡ്രസ്സ് ചെയ്യുന്നത്. ഓക്കെ, then the committee develops and compiles a formulary of drugs and prescription of formulations accepted for use in the hospital. ഇതിനകത്ത് കമ്മിറ്റി, നമ്മുടെ PTC ആണ് നോർമലി ഇതിനുള്ള ഡ്രഗ് ഫോമുലറി, ഒരു ഹോസ്പിറ്റൽ ഫോമുലറി ഒരു ഹോസ്പിറ്റലിന് ഡെവലപ്പ് ചെയ്യാനുള്ള ഒരു ഗൈഡ് ലൈൻസ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഹോസ്പിറ്റൽ ഫോമുലറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് എ ഡോക്യുമെൻറ്റ്, ജസ്റ്റ് ലൈക്ക് IP, നമ്മുടെ IP എന്ന് കേട്ടിട്ടില്ല, ഇന്ത്യൻ ഫാർമക്കോപ്പിയ അല്ലെങ്കിൽ USP, അങ്ങനെയുള്ളൊരു ഡ്രഗിനെ കുറിച്ചുള്ള നമ്മുടെ ഹോസ്പിറ്റലിന് വേണ്ട ഡ്രഗ്സിൻ്റെ ഒരു ഡോക്യുമെൻറ്റിനാണ് നമ്മൾ എന്ത് പറയുന്നത്, ഒരു മോണോഗ്രാഫ് എന്ന് പറയാം. നാഷണൽ ഫോമുലറി ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞിട്ടൊരു സാധനമുണ്ട്, അതുപോലത്തെ ഒരു മോണോഗ്രാഫിനെയാണ് നമ്മൾ ഫോമുലറി എന്ന്. അതിനകത്ത് ഡ്രഗ്സിന് ആ ഹോസ്പിറ്റലിൽ യൂസ് ചെയ്യുന്ന എല്ലാ ഡ്രഗ്സിനെ പറ്റിയിട്ടുള്ള ടോട്ടൽ ഡീറ്റെയിൽസ്, പിന്നെ അതർ ഇൻഫോർമേഷൻ ഉണ്ടാവും. അത് ഓരോ വർഷവും അപ്ഡേറ്റ് ചെയ്യുക, അതിനകത്ത് ഡ്രഗ് ആഡ് ചെയ്യുക, ഡിലീറ്റ് ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അഡ്രസ്സ് ചെയ്യുന്നത് ഈ കമ്മിറ്റിയാണ്. ഓക്കെ, then committee should minimize the duplication of same basic drug safety and cost. ഓക്കെ, അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ നോർമലി ഒരു 2 ഡ്രഗ്സ്, ഇപ്പോൾ ഒരു അസൈക്ലോവിർ എന്ന് പറഞ്ഞൊരു ഡ്രഗ് ഉണ്ട്, അങ്ങനെ 2 ഡോസ് ഉള്ളത്, നോർമലി 400 mg ഉണ്ട്, 800 mg ഉണ്ട്. അപ്പോൾ ഇത് രണ്ടും നമ്മൾ കരുതണ്ട, ഏതെങ്കിലും ഒന്ന് മാത്രം, ഏതൊരു 400 കരുതുക. 400 ആണ് ഏറ്റവും ലോ ലെവലുള്ള, ബേസിക് ലെവലുള്ള ഡോസേജ് ഫോം കരുതുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഹോസ്പിറ്റലിന് വേണ്ടി നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോൾ 400 മാത്രം പർച്ചേസ് ചെയ്യാം. സെയിം ബേസിക് ഡ്രഗിൻ്റെ ഡ്യൂപ്ലിക്കേഷൻ പരമാവധി ഒഴിവാക്കുക. പിന്നെ ഡ്രഗ് സേഫ് ആയിട്ടുള്ള ഡ്രഗ്സ് പരമാവധി പർച്ചേസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ കോസ്റ്റ് എപ്പോഴും നമ്മൾ എഫക്റ്റീവ് ആയിരിക്കണം, ഹോസ്പിറ്റലിൻ്റെ ഒരു കപ്പാസിറ്റി അനുസരിച്ചായിരിക്കണം ഇതിൻ്റെ ഡ്രഗ്സ്. ഓക്കെ, പിന്നെ നമ്മുടെ നോളജ് അപ്ഡേഷനുള്ള കാര്യങ്ങൾ എപ്പോഴും അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ദീസ് ആർ ദ മേജർ എഡ്യൂക്കേഷണൽ ഫങ്ഷൻസ് ഓഫ് PTC. ഓക്കെ, നെക്സ്റ്റ് ഈസ് റോൾ ഇൻ ഡ്രഗ് സേഫ്റ്റി. ഡ്രഗ് സേഫ്റ്റി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അത് എപ്പോഴും ഒരു ഹോസ്പിറ്റലിന് വേണ്ട ഡ്രഗ്സ് എല്ലാം സേഫ് ആയിരിക്കും. പേഷ്യൻസിന് കൊടുത്തു കഴിഞ്ഞാൽ വേറെ സീരിയസ് അഡ്വേഴ്സ് എഫക്ട്സ് ഒന്നും ഉണ്ട്. നോർമൽ ചെറിയ അഡ്വേഴ്സ് എഫക്ട്സ് എല്ലാ ഡ്രഗ്സിനും ഉണ്ടാവും. നമ്മളിപ്പോൾ ഏത് ഡ്രഗ് കഴിച്ചാലും അതിന് അഡ്വേഴ്സ് എഫക്ട്സ് ഉണ്ട്. ഓക്കെ, നമ്മളിപ്പോൾ പാരസെറ്റമോൾ അധികം കഴിക്കുകയാണെങ്കിൽ ദാറ്റ് വിൽ അഫക്ട്സ് അവർ ലിവർ, അല്ലേ? അത് ഹൈ ഡോസിലാണ്, ലോവർ ഡോസിൽ വലിയ പ്രശ്നമില്ല. പിന്നെ നമ്മളിപ്പോൾ ഇതിപ്പോൾ ഒരു ആസ്പിരിൻ കഴിച്ചു എന്ന് വെച്ചാൽ പെയിൻ കില്ലേഴ്സ്, നോർമലി ഒരു ഗ്യാസ്ട്രൈറ്റിസ് നോർമലി ഉണ്ടാക്കാറുണ്ട്. അങ്ങനെയുള്ള ചെറിയ അഡ്വേഴ്സ് എഫക്ട്സ് ഉണ്ടാകും. പക്ഷേ ഒരു ലൈഫ് ത്രെട്ടണിങ് ആയിട്ടുള്ള അഡ്വേഴ്സ് എഫക്റ്റ് എപ്പോഴും നമുക്ക് ഒഴിവാക്കണം. അതിന് മോണിറ്റർ ചെയ്യണം, എപ്പോഴും മോണിറ്റർ ചെയ്യണ ഒരു ബോഡി വേണം. അതാണ് PTC ആയിട്ട് ആക്ട് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഈസ് വാട്ട് ആർ ദ കോമ്പോസിഷൻ. എന്താണ് ഫാർമസി ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റിയുടെ കോമ്പോസിഷൻ? ഓക്കെ, ആരൊക്കെയാണ് ഇതിനകത്ത് വരുന്നത് അതാണ് നമ്മൾ പറയുന്നത്. ഇതിനകത്ത് മെയിൻലി 3 കാറ്റഗറീസ് ഓഫ് ഹെൽത്ത് പ്രൊഫഷണൽസ് ആണ് നോർമലി വേണ്ടത്. അറ്റ്ലീസ്റ്റ് 3 ഫിസിഷ്യൻസ് എങ്കിലും അതിനകത്ത് ഉണ്ടാവണം PTCക്കകത്ത്. പിന്നെ ഒരു ഫാർമസിസ്റ്റ് ഉണ്ടാവണം, നഴ്സിംഗ് സ്റ്റാഫ്. ഇത്രയും പേരാണ് മെയിനായിട്ട് ഉണ്ടാവേണ്ടത്. നോർമലി ഫിസിഷ്യൻസ് ആണ് അതിൻ്റെ ചെയർമാനായിട്ട് ആക്ട് ചെയ്യുന്നത്. ഫാർമസിസ്റ്റ് നോർമലി സെക്രട്ടറി ആയിട്ടും ആക്ട് ചെയ്യും. ഇതാണ് ഇതിൻ്റെ കോമ്പോസിഷൻ എന്ന് പറയുന്നത്. ഓക്കെ, മേജർ കോമ്പോസിഷനാണ് അതിനകത്ത് കാണിച്ചിരിക്കുന്നത്. മനസ്സിലാവും. PTC മെഡിക്കൽ സ്റ്റാഫ്, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ ആൻഡ് ഫാർമസിസ്റ്റ്. ഓക്കെ, ഇതിൻ്റെ കൂടെ തന്നെ PTCക്ക് കുറേ സബ് കമ്മിറ്റീസ് ഉണ്ടാവും. ദാറ്റ് ഈസ് ബേസ്ഡ് ഓൺ ദി ഡിപ്പാർട്ട്മെൻ്റ് ആണ്. ഒരു ആൻറ്റി നിയോപ്ലാസ്റ്റിക്, അതായത് ആൻറ്റി ക്യാൻസറസ് ഡിപ്പാർട്ട്മെൻറ്റ്, ക്യാൻസർ ഓങ്കോളജി ഡിപ്പാർട്ട്മെൻറ്റിൽ ഒരു സബ് കമ്മിറ്റി ഉണ്ടാവും. അവരെ കൊണ്ട് ഒരു ഫിസിഷ്യൻ ഉണ്ടാവും, ഒരു ഫാർമസിസ്റ്റ്, ഒരു നഴ്സ് ഉണ്ടാവും. പിന്നെ വേറൊരു സബ് കമ്മിറ്റിയാണ് ആൻറ്റി ഇൻഫെക്റ്റീവ്, അതായത് ഇൻഫെക്റ്റീവ് ഡിസോർഡേഴ്സിനെ ട്രീറ്റ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ സബ് കമ്മിറ്റി ഫോർ കാർഡിയോവാസ്കുലർ ഡ്രഗ്സ്, ഡയൂററ്റിക്സ്, then vasodilators, anticoagulant, then subcommittee for GI drugs, then subcommittee for CNS, that is
സെൻട്രൽ നെർവസ് സിസ്റ്റത്തിന് സെപ്പറേറ്റ് ആണ്. ദെൻ സബ് കമ്മിറ്റി ഫോർ എൻഡോക്രിനോളജി. ഇതിനൊക്കെ പ്രത്യേക ഒരു മെയിൻ കമ്മിറ്റി ഉണ്ടാവും. അതിനകത്ത് ഫിസിഷ്യനും ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്ററും ഫാർമസിസ്റ്റ് ഉണ്ടാവും. അതുപോലെ തന്നെ ഓരോ ഡിപ്പാർട്ട്മെൻറ്റ്, ഹോസ്പിറ്റലിൽ ഇപ്പോൾ ഒരു ടെർഷ്യറി കെയർ ആണെങ്കിൽ പല ഡിപ്പാർട്ട്മെൻറ്റ്സ് ഉണ്ട്. അവിടെയൊക്കെ ഓരോ ഡിപ്പാർട്ട്മെൻറ്റിനും ഓരോ സബ് കമ്മിറ്റീസ്, ഇതിലും ഫിസിഷ്യനും ഫാർമസിസ്റ്റും നഴ്സിങ്ങും ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റേഴ്സ് ഉണ്ടാവും. ദാറ്റ് ഈസ് ബേസ്ഡ് ഓൺ ദി ഡിപ്പാർട്ട്മെൻറ്റ്. ഓങ്കോളജിക്ക് ഒരു ഡിപ്പാർട്ട്മെൻറ്റ്, കാർഡിയോവാസ്കുലർ ഡ്രഗ്സിന് ഒന്ന്, GI ഗ്യാസ്ട്രോ എൻട്രോളജിക്ക് ഒന്ന്, പിന്നെ ദിസ് CNS, ദാറ്റ് ഈസ് സെൻട്രൽ നെർവസ് സിസ്റ്റം, ദാറ്റ് ഈസ് ന്യൂറോളജി. ദെൻ എൻഡോക്രിനോളജി എന്ന് ഡയബറ്റിക്സ്, തൈറോയിഡ് ഫങ്ഷൻ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുന്നത്. ഓക്കെ. ദെൻ എങ്ങനെയാണ് ഈ PTC ഫങ്ഷൻ ചെയ്യുന്നത്, ഹൗ ദിസ് ഓപ്പറേറ്റ്, PTC എങ്ങനെയാണ് ഓപ്പറേറ്റ് ചെയ്യുക എന്നുള്ളതാണ് നെക്സ്റ്റ് നമ്മൾ പറയുന്നത്. ആക്ച്വലി അറ്റ്ലീസ്റ്റ് 6 times an year എങ്കിലും ഇവർ മീറ്റ് ചെയ്യണം PTC. ഓക്കെ, 6 times എങ്കിലും മീറ്റ് ചെയ്യണം. അതായത് മന്ത്ലി അല്ല, once in 2 months എങ്കിലും ഇവർ മീറ്റ് ചെയ്യണം. എന്നിട്ട് കാര്യങ്ങളൊക്കെ എന്തൊക്കെ കാര്യങ്ങളാണ് ഇതിനകത്ത് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, ഇതിന് ഒരു അജണ്ട പ്രിപ്പയർ ചെയ്യേണ്ടത് സെക്രട്ടറിയാണ്, ഫാർമസിസ്റ്റാണ്. ഈ മീറ്റിങ്ങിൽ എന്തൊക്കെ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യണം എന്നുള്ള കാര്യം നോർമലി പ്രിപ്പയർ ചെയ്യേണ്ടത്. നോർമലി അതിനകത്ത് ഉള്ള അജണ്ടയിനകത്ത് വരുന്ന കാര്യങ്ങളെന്ന് പറഞ്ഞാൽ, ഫസ്റ്റ് വൺ ഈസ് മിനിറ്റ്സ് ഓഫ് ദി പ്രീവിയസ് മീറ്റിംഗ്. അതായത് ലാസ്റ്റ് മീറ്റിങ്ങിൽ എന്താണ് ഡിസ്കസ് ചെയ്തത് അതൊന്ന് നമ്മൾ റിഫ്രഷ് ചെയ്യണം. പിന്നെ റിവ്യൂ ഓഫ് ദി കണ്ടൻറ്റ് ഇൻ ദി ഹോസ്പിറ്റൽ ഫോമുലറി. ഇപ്പോൾ ഹോസ്പിറ്റൽ ഫോമുലറി അപ്ഡേറ്റ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ കണ്ടൻറ്റ് ഒന്ന് റിവ്യൂ ചെയ്യണം. പിന്നെ ഏതെങ്കിലും ഒരു ന്യൂ ഡ്രഗ്സിനെ പറ്റിയിട്ട് എന്തെങ്കിലും ഇൻഫോർമേഷൻ വരികയാണെങ്കിൽ അതിനെപ്പറ്റി ഡിസ്കസ് ചെയ്യണം. പിന്നെ റിവ്യൂ ഓൺ സൈഡ് എഫക്ട്സ്, ആ ഹോസ്പിറ്റലുണ്ടായ എന്തെങ്കിലും അഡ്വേഴ്സ് ഇവൻറ്റ്സ്, ടോക്സിക് എഫക്ട്സ്, ഡ്രഗ് ഇൻട്രാക്ഷൻ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യണം. പിന്നെ ഡ്രഗ് സേഫ്റ്റി ഇൻ ഹോസ്പിറ്റലിലുള്ള ഡ്രഗ് സേഫ്റ്റി, അതായത് ഡ്രഗ്സിൻ്റെ സേഫ്റ്റി കാര്യങ്ങളെ പറ്റിയിട്ടുള്ള ഡിസ്കഷൻസ്. ഓക്കെ. പിന്നെ നമ്മൾ സബ് കമ്മിറ്റിയുടെ റിപ്പോർട്ട്സ് നമ്മളെപ്പോഴും നോക്കണം. ഇത്രയും കാര്യങ്ങളാണ് നോർമലി ഒരു PTCയിൽ നോർമലി കമ്മിറ്റിയിൽ ഡിസ്കസ് ചെയ്യുന്ന കാര്യങ്ങൾ. ഓക്കെ. നെക്സ്റ്റ് ഇസ് വേരിയസ് റോൾ ഓഫ് PTC. എന്തൊക്കെയാണ് PTCയുടെ മേജർ ഫങ്ഷൻസ്? നമ്മൾ പറഞ്ഞു മേജർ ഫങ്ഷൻസിനകത്ത് വരുന്ന കാര്യങ്ങളാണ്, ഒബ്ജക്റ്റീവ്സ് ആണ്. എന്തൊക്കെയാണ്? 3 എണ്ണമാണ്. ആസ് എ അഡ്വൈസറി, ആസ് എ എഡ്യൂക്കേഷണൽ, ആസ് എ ഡ്രഗ് സേഫ്റ്റി. ഓക്കെ. ഇനി നമുക്ക് മേജർ ഫങ്ഷൻസ് എന്തൊക്കെയാണെന്ന് പറയാം. ഫസ്റ്റ് വൺ, റോൾ ഓഫ് ഫാർമസി ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റി ഇൻ ഡ്രഗ് സേഫ്റ്റി. ഡ്രഗ് സേഫ്റ്റിയിൽ എന്താണ് റോൾ? നോർമൽ ഡ്രഗ് സേഫ്റ്റി ഇൻക്ലൂഡ്സ് റെസ്പോൺസിബിലിറ്റി ഫ്രം ഡിസ്പെൻസിങ് ഓഫ് ഡ്രഗ്സ് ടു ഡ്രഗ് അഡ്മിനിസ്ട്രേഷൻ ആൻഡ് then to observe possible adverse effects. PTC can play a major role in ensuring the drug safety. ഇതാണ് ഡ്രഗ് സേഫ്റ്റിയുള്ള വേരിയസ് പ്രോസ്. എവിടേക്കാണ് ഡ്രഗ് സേഫ്റ്റി വരുന്നത്? ഫസ്റ്റ് തിങ് ഈസ് ഡിസ്പെൻസിങ് ഓഫ് ഡ്രഗ്സ്, ദെൻ ഡ്രഗ് അഡ്മിനിസ്ട്രേഷൻ, ദെൻ ഫോളോ അപ്പ് എടുക്കണം. ഡ്രഗ് കഴിച്ചു കഴിഞ്ഞിട്ട് എന്തെങ്കിലും പ്രോബ്ലം, ഇത്രയും കാര്യങ്ങളിലാണ് ഡ്രഗ് സേഫ്റ്റി എന്നുള്ള ഒരു പോർഷൻ വരുന്നത്. ഓക്കെ. അപ്പോൾ ഇതിനകത്ത് മേജർ തിങ് ഈസ് അഡ്വേഴ്സ് ഡ്രഗ് മോണിറ്ററിങ് ആണ് ഇതിനെ നമ്മൾ പറയുന്നത്. ADR എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നിങ്ങൾക്കറിയാം. ആക്ച്വലി WHO ADRനെ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ദാറ്റ് ഈസ് ആൻ അൺയൂഷ്വൽ ഓർ അൺഎക്സ്പെക്റ്റഡ് ഹാംഫുൾ റിയാക്ഷൻ ഇൻക്ലൂഡിങ് അക്യൂട്ട് പോയ്സണിങ് ബൈ നാർക്കോട്ടിക്സ്, ബാർബിച്ചറേറ്റ്സ് ആൻഡ് ആംഫിറ്റമിൻസ് ആസ് വെൽ ആസ് ഇൻഡസ്ട്രിയൽ പോയ്സണിങ്. ഇതാണ് മേജർ ADR എന്ന് പറയുന്നത് ഉദ്ദേശിച്ചത്. ഇറ്റ് ഈസ് എ അൺയൂഷ്വൽ അൺഎക്സ്പെക്റ്റഡ് ഹാംഫുൾ റിയാക്ഷൻ, അതാണ് നമ്മൾ ADR. അപ്പോൾ ഇത് മോണിറ്റർ ചെയ്യണം. അതിന് മേജർ ഫങ്ഷനാണ് PTC. അത് മോണിറ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് PTC നോർമലി ഒരു പെർഫോമ ഉണ്ടാക്കിയിട്ടുണ്ട് ഹോസ്പിറ്റലിൻ്റെ ബേസ് ചെയ്തിട്ട്. ആ പെർഫോമയിൽ അതിനെ നമ്മൾ പറയുന്നത് കേസ് റിപ്പോർട്ടിംഗ് ഫോം എന്നാണ്, CRF എന്നാണ് പറയുന്നത്. എന്താ പറയുന്നത്? CRF, കേസ് റിപ്പോർട്ടിംഗ് ഫോം. ആ ഫോമിനകത്ത് കുറേ ഡീറ്റെയിൽസ് നമ്മൾ കളക്ട് ചെയ്യണം പേഷ്യൻസിൻ്റെ. മെഡിക്കേഷൻ ഡീറ്റെയിൽസ്, പേഷ്യൻസ് മെഡിക്കൽ ഹിസ്റ്ററി, പിന്നെ മെഡിക്കേഷൻ ഹിസ്റ്ററി എന്ന് പറഞ്ഞാൽ ഏതൊക്കെ ഡ്രഗ്സാണ് പേഷ്യൻ്റ് കഴിക്കുന്നത്. മെഡിക്കൽ ഹിസ്റ്ററി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേഷ്യൻറ്റിന് എന്തെങ്കിലും രോഗങ്ങൾ, എന്താണ് പേഷ്യൻ്റെ രോഗം. പിന്നെ ചീഫ് കംപ്ലയിൻറ്റ്, ഇപ്പോൾ ഉള്ള പ്രശ്നം എന്താ, പ്രസൻറ്റ് ഇൽനെസ് എന്താണ്. പിന്നെ അഡ്രസ്, ഡെമോഗ്രഫി, പേഷ്യൻ്റെ ഡെമോഗ്രഫി വേണം. പിന്നെ എന്തൊക്കെ അലർജിക് റിയാക്ഷൻസ് വല്ലതും ഉണ്ടോ, പേഷ്യൻറ്റിന് അലർജിക് പ്രോബ്ലം ഉണ്ടോ, അങ്ങനെയുള്ള ഫുൾ ഡീറ്റെയിൽസ് പേഷ്യൻസിനെ കളക്ട് ചെയ്യുക. എന്നിട്ട് മെഡിക്കേഷൻ ഡീറ്റെയിൽസ്, ഓരോ ദിവസം ഏതൊക്കെ മരുന്ന് കഴിച്ചോ അങ്ങനെയുള്ള ഡീറ്റെയിൽസ് എടുക്കുക. എന്നിട്ടാണ് നമ്മളതിൻ്റെ എന്തെങ്കിലും ADR ഒക്കൂർ ചെയ്തിട്ടുണ്ടോ എന്നുള്ള കാര്യം റിപ്പോർട്ട് ചെയ്യണം. അത് വെച്ചിട്ട് ഈ റോൾ ഫോം, ഇതിനെ നമ്മൾ പറയുന്ന പേരാണ് കേസ് റിപ്പോർട്ടിംഗ് ഫോം, CRF എന്ന് പറയും. ഓക്കെ.
Next is the role of PTC in including drugs to formulary. Role of PTC in including drugs to formulary. Okay. എന്താ ഫോമുലറി എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞിരുന്നു നിങ്ങളുടെ അടുത്ത് ഇല്ലേ? ഫോമുലറി ഈസ് എ ഡോക്യുമെൻറ്റ്. ഓക്കെ, ഇറ്റ്സ് ജസ്റ്റ് എ ഡോക്യുമെൻറ്റ്. അതിനകത്ത് കുറേ ഡ്രഗ്സ് ഹോസ്പിറ്റലിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ് വൈസ് ഡ്രഗ്സ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടാവും. അതിനാണ് നമ്മൾ ഇതിനകത്ത് പി ടി സിയുടെ റോൾ എങ്ങനെയാണ് ഡ്രഗ്സ് ഇൻക്ലൂഡ് ചെയ്യുന്നത്. അതിനകത്ത് കുറേ ക്രൈറ്റീരിയ പി ടി സി കൺസിഡർ ചെയ്യണം. ഫസ്റ്റ് ക്രൈറ്റീരിയ ഈസ് PTC should use an evidence-based process in selection of drugs. Okay, അതാണ് ഫസ്റ്റ് ക്രൈറ്റീരിയ. ഫോമുലറി ഉണ്ടാകുമ്പോൾ അതിനകത്ത് ഡ്രഗ് സെലക്ട് ചെയ്യുമ്പോൾ എന്താ എവിഡൻസ് ബേസ്ഡ് പ്രോസസ്സാണ്. ഓക്കെ, എന്താ പറയുന്നത്? ദാറ്റ് ഈസ് PTC should provide with information that reflects a thorough, accurate and unbiased review and analysis of evidence. അതാണ് ഉദ്ദേശിക്കുന്നത്. എവിഡൻസ് ബേസ്ഡ് മെഡിസിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എവിഡൻസ് ബേസ്ഡ് പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ എ തറോ, ആക്യുറേറ്റ് ആൻഡ് അൺബയസ്ഡ് റിവ്യൂ ആൻഡ് അനാലിസിസ് ഓഫ് എവിഡൻസ് ദാറ്റ് ഈസ് അവൈലബിൾ ഇൻ ദി സയൻറ്റിഫിക് ലിറ്ററേച്ചർ. അപ്പോൾ ഫസ്റ്റ് ക്രൈറ്റീരിയ ആണ് ഡ്രഗ്സ് ഇൻക്ലൂഡ് ചെയ്യുമ്പോൾ ഷുഡ് ഫോളോ എവിഡൻസ് ബേസ്ഡ് പ്രോസസ്സ്. എവിഡൻസ് ബേസ്ഡ് പ്രോസസ്സ് എങ്ങനെയാണ്? ഇറ്റ് ഷുഡ് ബി എവിഡൻസ് ബേസ്ഡ് പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ തറോ, ആക്യുറേറ്റ് ആൻഡ് അൺബയസ്ഡ് റിവ്യൂ. അൺബയസ്ഡ് എന്ന് പറഞ്ഞാൽ എറേഴ്സ് ഇല്ലാത്ത, ആക്യുറേറ്റ് ആയിരിക്കണം അത്. ആൻഡ് അനാലിസിസ് ഓഫ് എവിഡൻസ് ദാറ്റ് ഈസ് അവൈലബിൾ ഇൻ ദി സയൻറ്റിഫിക് ലിറ്ററേച്ചർ. ഓക്കെ, സയൻറ്റിഫിക് ലിറ്ററേച്ചർ. ഓക്കെ, ദെൻ സെക്കൻഡ് ക്രൈറ്റീരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടക്ട് ഡ്രഗ് റിവ്യൂസ്. ഓക്കെ, ഡ്രഗ് reviews. Okay, in the case of drug review there are four major types of drug reviews are there. That is normally by എവിടെ നിന്നൊക്കെ നമ്മൾ ഡ്രഗ് റിവ്യൂ എടുക്കേണ്ടത്? ഐദർ ഫ്രം ന്യൂ ഡ്രഗ് മോണോഗ്രാഫ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐ പി ഒരു മോണോഗ്രാഫാണ്. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഐ പി എടുക്കുക. അല്ലെങ്കിൽ പിന്നെ നമുക്ക് എന്ത് ചെയ്യാം, അല്ലെങ്കിൽ വേരിയസ് ഫാർമക്കോളജിക്കൽ തെറാപ്യൂട്ടിക് ക്ലാസ് റിവ്യൂ ചെയ്യാം. ഫാർമക്കോളജിക്കൽ ക്ലാസിഫിക്കേഷൻ വെച്ചിട്ട് എടുക്കാം. അല്ലെങ്കിൽ റിവ്യൂസ് ഓഫ് ന്യൂലി അപ്രൂവ്ഡ് മെഡിക്കേഷൻസ്, വേരിയസ് ജേണൽസിൽ വരുന്ന റിവ്യൂസ്, അതിൻ്റെ ബേസ് ചെയ്തിട്ട് നമുക്ക് ഡ്രഗ് സെലക്ട് ചെയ്യാം. ഓക്കെ, ദെൻ നെക്സ്റ്റ് കാറ്റഗറിയാണ് കൺസിഡർ എലമെൻറ്റ്സ് ഓഫ് ഡ്രഗ് ഇവാലുവേഷൻ ഡോക്യുമെൻറ്റ്സ്. ഓക്കെ, കൺസിഡർ ദ എലമെൻറ്റ്സ് ഓഫ് ഡ്രഗ് ഇവാലുവേഷൻ ഡോക്യുമെൻറ്റ്സ്. എന്താ ഈ ഡ്രഗ് ഇവാലുവേഷൻ ഡോക്യുമെൻ്റ് എന്ന് പറഞ്ഞാൽ? എ ഡ്രഗ് ഇവാലുവേഷൻ ഡോക്യുമെൻറ്റ് ഷുഡ് പ്രസൻറ്റ് ദ പ്രൂഫ് ഇൻ എ മാനർ ദാറ്റ് ഇസ് തറോ, കൺസിസ്റ്റൻറ്റ് ഫോം ഓഫ് മെഡിക്കേഷൻ ദാറ്റ് പ്രൊവൈഡ്സ് all necessary facts regarding drugs. ഓക്കെ, അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ എന്ത് പറയുന്നത്? ഡ്രഗ് ഇവാലുവേഷൻ ഡോക്യുമെൻറ്റ്സ്. അതിനകത്ത് മെയിനായിട്ട് വരുന്ന എന്തൊക്കെ ഫാക്ടേഴ്സാണ്? ഒരു ഡ്രഗ് ഇവാലുവേഷൻ ഡോക്യുമെൻറ്റിന് എസെൻഷ്യലായിട്ട് വേണ്ട ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ, എലമെൻറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രാൻഡ് ആൻഡ് ജനറിക് നെയിം, ദെൻ FDA അപ്രൂവൽ ഇൻഫോർമേഷൻ. FDA നിങ്ങൾ ഫെഡറൽ ഡ്രഗ് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത് അതാണ് നമ്മുടെ US മേജർ റെഗുലേറ്ററി ബോഡി. അതുപോലെ ഇന്ത്യക്ക് ഒരു റെഗുലേറ്ററി ബോഡി ഉണ്ട്, അതിന് നമ്മൾ CDSCO എന്ന് പറയും. ഓക്കെ, CDSCO എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെൻട്രൽ ഡ്രഗ് സ്റ്റാൻഡേർഡ് കൺട്രോൾ ഓർഗനൈസേഷൻ. FDAക്ക് പ്രൊപ്പോർഷണലായിട്ട് ഇന്ത്യയുടെ റെഗുലേറ്ററി ഏരിയനെ നമ്മൾ പറയുന്നത് CDSCO എന്നാണ്. ഓക്കെ, അപ്പോൾ ഈ ഡ്രഗ് ഇവാലുവേഷൻ ഡോക്യുമെൻറ്റ്സ് ഈസ് ബേസ്ഡ് ഓൺ ദി ഡ്രഗ് റെഗുലേറ്ററി ബോഡി. ഓക്കെ, ദെൻ ഫാർമക്കോ എക്കണോമിക് അസസ്മെൻറ്റ്. ഫാർമക്കോ എക്കണോമിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് എന്താ? ദാറ്റ് ഈസ് ബേസ്ഡ് ഓൺ കോസ്റ്റ് ഓഫ് ഡ്രഗ്. എപ്പോഴും ഇപ്പോൾ ഒരു പുതിയ ഡ്രഗ് മെഡിക്കേഷൻ നമ്മൾ ഫോമുലറിലോട്ട് ആഡ് ചെയ്യുന്ന സമയത്ത് ഇറ്റ് ഷുഡ് ബി കൺസിഡേർഡ് വിത്ത് എക്സിസ്റ്റിംഗ് ഓൾട്ടർനേറ്റീവ്. കോസ്റ്റ് എപ്പോഴും കമ്പയർ ചെയ്യണം. ആരായിട്ടാണ് കമ്പയർ ചെയ്യേണ്ടത്? ദാറ്റ് ഈസ് വിത്ത് എക്സിസ്റ്റിംഗ് ഓൾട്ടർനേറ്റീവായിട്ട് എപ്പോഴും കമ്പയർ ചെയ്യണം. ഓക്കെ, അതിനാണ് നമ്മൾ ഫാർമക്കോ എക്കണോമിക് അസസ്മെൻറ്റ് എന്ന് പറയുന്നത്. ഓക്കെ,
എന്താ പറയുന്നത്, ഫാർമക്കോ എക്കണോമിക് അസസ്മെൻറ്റ്, ദാറ്റ് ഈസ് കമ്പയറിങ് the cost of new drug with existing alternative. Okay, and also എഫിക്കസിയും സേഫ്റ്റിയും കൂടി കമ്പയർ ചെയ്തിട്ട് അതിൻ്റെ കോസ്റ്റൂണും കമ്പയർ ചെയ്തിട്ടാണ് നമ്മൾ അത് വെദർ ഇറ്റ് ഈസ് കോസ്റ്റ് ഇഫക്റ്റീവ് ഓർ നോട്ട് എന്നുള്ള കാര്യം നമ്മൾ തീരുമാനിക്കുന്നത്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഒരു ഫോമുലറിയിലോട്ട് ഡ്രഗ് ഇൻക്ലൂഡ് ചെയ്യുമ്പോൾ ക്രൈറ്റീരിയാസ് ഫോളോ ചെയ്യേണ്ടത്. ഓക്കെ, next is the role of PTC in automatic stop orders for dangerous drugs. Automatic stop order for dangerous drugs. ഓക്കെ, നിങ്ങൾ ഡേഞ്ചറസ് ഡ്രഗ്സ് എന്ന് പറഞ്ഞാൽ കൺട്രോൾ ഡ്രഗ്സ്, അതിനാണ് നമ്മൾ ഡേഞ്ചറസ് ഡ്രഗ്സ് എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുള്ളതാണ് എന്താണ് ഡേഞ്ചറസ് ഡ്രഗ്സ് അല്ലേ. എന്താണ് വാട്ട് ഈസ് ഓട്ടോമാറ്റിക് സ്റ്റോപ്പ് ഓർഡർ? ആക്ച്വലി ഓട്ടോമാറ്റിക് സ്റ്റോപ്പ് ഓർഡർ ഈസ് ദ റിമൈൻഡർ, ഒരു റിമൈൻഡറാണ് വിച്ച് ഈസ് ഗിവൺ ടു റിവ്യൂ പേഷ്യൻസ് മെഡിക്കേഷൻ ആൻഡ് അസസ് ദ നീഡ് ടു കണ്ടിന്യൂ ദ തെറാപ്പി. ഓക്കെ, ഇറ്റ് ഈസ് എ റിമൈൻഡർ വിച്ച് ഈസ് ഗിവൺ ടു review patient's medication and assess whether the need to continue therapy. ഈ തെറാപ്പി കണ്ടിന്യൂ ചെയ്യണോ അതോ നിർത്താൻ പറ്റുമോ എന്നുള്ള കാര്യമാണ് മെയിനായിട്ട് നോക്കുന്നത്. That is, medications given to patient must be reviewed by prescribing physicians due to various reasons. അതിൻ്റെ മേജർ റിവ്യൂ ചെയ്യേണ്ട ഡ്രഗ്സ് എന്ന് പറഞ്ഞാൽ that comes under narcotics, sedatives, hypnotics, anticoagulant, ഇത്രയും ആൻഡ് ആൻറ്റിബയോട്ടിക്സ്, ഇത്രയും ഡ്രഗ്സ് ആണ് നോർമലി നമ്മൾ റിവ്യൂ ചെയ്യാം. സോ ഇത് നമ്മൾ ഹോസ്പിറ്റലിൽ ഒരു ഇൻപേഷ്യൻറ്റ് കൊടുക്കുകയാണെങ്കിൽ ഷുഡ് ബി റിട്ടേൺ എവരി 24 hours. ഓക്കെ, എവരി 24 hours ഇത് റിട്ടേൺ ചെയ്യണം. ഓക്കെ, കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും അത് എന്താ അബ്യൂസ് ചെയ്യാൻ പാടില്ല ഡ്രഗ്സ്. ഓക്കെ, അതിന് വേണ്ടിയിട്ട് അത് തീരുമാനിക്കുന്നത് PTC ആണ്. സോ ഇറ്റ് വിൽ പ്രിവെൻറ്റ് ദ അബ്യൂസ് ഓഫ് ഡ്രഗ്സ്, അഡിക്ഷൻ കുറയ്ക്കും, പിന്നെ ഓൾസോ പ്രിവെൻറ്റ് ദ എനി സീരിയസ് അഡ്വേഴ്സ് എഫക്റ്റ്. അതായത് ആൻറ്റികോയാഗുലൻസ് ഒക്കെ കഴിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം പ്രശ്നമാണ്. വാർഫാറിനൊക്കെ കഴിക്കുകയാണെങ്കിൽ എപ്പോഴും നമ്മൾ ചെയ്യേണ്ടെന്ന നമ്മൾ INR എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യണം അല്ലേ, ഇൻ്റർനാഷണൽ നോർമലൈസ്ഡ് റേഷ്യോ, അതായത് ക്ലോട്ടിങ് ഫാക്ടർ എപ്പോഴും നമ്മൾ ചെക്ക് ചെയ്യും അല്ലേ, ക്ലോട്ടിങ് ഓഫ് ബ്ലഡ്. പിന്നെ ആൻറ്റിബയോട്ടിക്സ് യൂസ് ചെയ്യുമ്പോൾ ഇതൊക്കെ ക്യുമുലേറ്റീവ് ടോക്സിറ്റി ഉണ്ടാകും. അതുകൊണ്ടാണ് ഈ ഡ്രഗ്സ് എപ്പോഴും നമ്മൾ ഓട്ടോമാറ്റിക് സ്റ്റോപ്പ് ഓർഡറിൽ വരുന്ന ഡ്രഗ്സ് ആണ്. ഓക്കെ, നെക്സ്റ്റ് ഈസ് റോൾ ഓഫ് PTC ഇൻ ഡെവലപ്പിംഗ് എമർജൻസി ഡ്രഗ് ലിസ്റ്റ്. ഓക്കെ, എമർജൻസി ഡ്രഗ് ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? അതായത് നമുക്ക് ഏതെങ്കിലും രീതിയിൽ എമർജൻസി സിറ്റുവേഷനിൽ എപ്പോഴും റെഡിലി അവൈലബിൾ ആയിട്ടുള്ള ഡ്രഗ്സിൻ്റെ ഒരു ലിസ്റ്റ് ഉണ്ടാക്കി വയ്ക്കണം. എമർജൻസി സിറ്റുവേഷനിൽ റെഡിലി അവൈലബിൾ ആയിട്ടുള്ള ഡ്രഗ്സും അതർ മെഡിക്കാമെൻസിൻ്റെയും ഒരു ലിസ്റ്റ് ഉണ്ടാക്കണം. അത് നോർമലി ചെയ്യുന്നത് PTC ആണ്. ഓക്കെ, റെഡിലി അവൈലബിൾ ആയിട്ടുള്ള ഡ്രഗ്സ് ഡ്യൂറിങ് എമർജൻസി സിറ്റുവേഷൻ, ലിസ്റ്റ് ഓഫ് ഡ്രഗ്സ് ദാറ്റ് ഈസ് റിക്വയർഡ് റെഡിലി അവൈലബിൾ ഡ്യൂറിങ് എമർജൻസി. അത് പ്രിപ്പയർഡ് ബോക്സിനകത്ത് എപ്പോഴും അത് റെഡിയാക്കി വെച്ചിരിക്കും. ഓക്കെ, ദിസ് ലിസ്റ്റ് നോർമലി ഡിപ്പെൻഡ്സ് ഓൺ വേരിയസ് ഫാക്ടേഴ്സ് ലൈക്ക് സേഫ്റ്റി, എഫിക്കസി, ക്വാളിറ്റി, കോസ്റ്റ് ബെനിഫിറ്റ് റേഷ്യോ ആൻഡ് ഇൻഡിക്കേഷൻ ഫോർ ട്രീറ്റ്മെൻറ്റ് ഓഫ് ഡിസീസ്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഈ ലിസ്റ്റ് ഉണ്ടാക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. എന്തൊക്കെയാണ്? സേഫ്റ്റി, എഫിക്കസി, ക്വാളിറ്റി, കോസ്റ്റ് ബെനിഫിറ്റ് റേഷ്യോ ആൻഡ് ഇൻഡിക്കേഷൻ ഫോർ സ്പെസിഫിക് എമർജൻസി കണ്ടീഷൻ. അപ്പോൾ ഇതിനു വേണ്ടി നമ്മളൊരു എമർജൻസി കിറ്റ് ഉണ്ടാക്കി വെച്ചിരിക്കണം എപ്പോഴും. ആ കിറ്റിനകത്ത് വേണ്ട കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. എന്തൊക്കെയാണ് ഡീറ്റെയിൽസ് വേണ്ടത് അതിനകത്ത് കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കുക. ഒരു എമർജൻസി ബോക്സിനകത്ത് ഏതൊക്കെ ഡ്രഗ്സ് ഉണ്ടാവണം? അമിനോഫിലിൻ എന്തിനാണ് യൂസ് ചെയ്യുന്നത് നമുക്കറിയാം, തിയോഫിലിൻ ഓർ അമിനോഫിലിൻ. നമ്മൾ നോർമലി കൊടുക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനാണ്. എന്താ? ബ്രോങ്കോ കൺസ്ട്രക്ഷൻ വന്നു കഴിഞ്ഞാൽ പേഷ്യൻസിന് എന്തെങ്കിലും ഡിസ്നിയ അങ്ങനെയുള്ള കണ്ടീഷൻ, ഓർത്തോപ്നിയ അങ്ങനെയുള്ള കണ്ടീഷൻ വന്നതാണ് നമ്മൾ കൊടുക്കുന്നത്. ദെൻ അട്രോപ്പിൻ എന്ന് പറയുന്നത് ഒരു ആൻറ്റിഡോട്ടാണ്. എന്തിനുള്ള? ആൻറ്റികോളിനർജിക് ഡ്രഗ്സിൻ്റെ
ആൻറ്റി കോളിനർജിക് ഡ്രഗാണ് അട്രോപ്പിൻ. അപ്പോൾ കോളിനർജിക് ടോക്സിറ്റി വന്നു കഴിഞ്ഞാൽ ഇത് കൊടുക്കാറുണ്ട്. ഓക്കെ. കാൽഷ്യം ഗ്ലൂക്കോണേറ്റ് എന്ന് പറയുന്ന സാധനം ഒരു ഇതാണ് ദാറ്റ് ഇസ് എ ചിലേറ്റിംഗ് ഏജൻറ്റ് എന്ന് പറയും. അത് നോർമലി ഹെവി മെറ്റൽ പോയിസണിങ് ഒക്കെ വന്നു കഴിഞ്ഞാൽ കൊടുക്കാറുണ്ട്. ഡിജോക്സിൻ ദാറ്റ് ഇസ് എ പോസിറ്റീവ് ഇനോട്രോപ്പിക് എഫക്ട്സ്. ഓക്കെ, ഇതൊക്കെ നമ്മൾ നോർമലി ഇതിന് വേണ്ടിയാണ് യൂസ് ചെയ്യുന്നത്. ദെൻ പോളിസീസ് ഫോർ ഇൻപേഷ്യൻ്റ് പ്രിസ്ക്രിപ്ഷൻ. PTC ഏതൊക്കെ പോളിസീസാണ് PTC ഉണ്ടാക്കുന്നത്? ഇൻപേഷ്യൻ്റ് പ്രിസ്ക്രിപ്ഷന് വേണ്ടിയിട്ട്. അതിനകത്ത് വരുന്ന കാര്യം മോണിറ്റർ റൊട്ടീൻ ഡ്രഗ് ഓർഡർ. എപ്പോഴും ഇൻപേഷ്യൻ്റ് കൊടുക്കാൻ ഡ്രഗ് ഓർഡർ എപ്പോഴും മോണിറ്റർ ചെയ്യണം. ഓക്കെ. പേഷ്യൻസ് ഏതെങ്കിലും രീതിയിലുള്ള സെൽഫ് മെഡിക്കേഷന് പോകണമെന്നുള്ള കാര്യം നമ്മൾ ചെക്ക് ചെയ്യണം. അത് വളരെയധികം പ്രശ്നങ്ങളുണ്ടാകും പേഷ്യൻ്റ്. അപ്പോൾ ആസ് പെർ പ്രിസ്ക്രിപ്ഷൻ മാത്രമേ പേഷ്യൻ്റ് ഡ്രഗ് കഴിക്കാൻ പാടുള്ളൂ. അനലൈസ് ദ പേഷ്യൻസ് ദ പാസ്റ്റ് മെഡിക്കൽ ഹിസ്റ്ററി മെഡിക്കേഷൻ ബ്രോട്ട് ബൈ പേഷ്യൻ്റ് ടു ഹോസ്പിറ്റൽ. ഇപ്പോൾ പേഷ്യൻ്റ് അഡ്മിറ്റ് ആകുമ്പോൾ ഓൾറെഡി മെഡിക്കേഷൻ കഴിക്കുന്ന പേഷ്യൻ്റ് ആയിരിക്കും. അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ എടുത്തിരിക്കണം. പിന്നെ ഏതെങ്കിലും രീതിയിലുള്ള ന്യൂ മെഡിക്കേഷൻ ഓർഡർ, ഏതെങ്കിലും പുതിയ ഡ്രഗ് അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ മെഡിക്കേഷൻ ചാർട്ടിലോട്ട് അത് ഇൻക്ലൂഡ് ചെയ്യാം. അതിനാണ് എൻഡോസ് ചെയ്യാന്ന് പറയുന്നത്. എൻഡോസ് ചെയ്യാന്ന് പറഞ്ഞാൽ ആഡ് ചെയ്യുക. ഇപ്പോൾ ഏതെങ്കിലും ഡ്രഗ്സ് ഫിസിഷ്യൻ പുതിയതായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഷുഡ് ബി ആഡഡ്. ഏതെങ്കിലും ഡേഞ്ചറസ് ഡ്രഗ്സ് കഴിക്കുകയാണെങ്കിൽ എവറി 24 hours അത് റിട്ടേൺ ചെയ്യാനുള്ള പരിപാടി നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം. ഓക്കെ. പിന്നെ ഇപ്പോൾ പേഷ്യൻ്റ് ഡിസ്ചാർജ് ചെയ്യുകയാണെങ്കിൽ ഡിസ്ചാർജ് മെഡിക്കേഷൻ മോണിറ്റർ ചെയ്യും. ഓക്കെ. ദെൻ ഔട്ട് പേഷ്യൻറ്റിൽ എന്തൊക്കെയാണ് മേജർ ഫങ്ഷൻസ്? ഔട്ട് പേഷ്യൻ്റ് പ്രിസ്ക്രിപ്ഷൻ പോളിസിയിൽ check whether the outpatient prescription should be written only on hospital prescription. ഹോസ്പിറ്റൽ പ്രിസ്ക്രിപ്ഷനിൽ തന്നെയാണോ റിട്ടേൺ ചെയ്തിട്ടുള്ളത് എന്നുള്ള കാര്യം എപ്പോഴും അനലൈസ് ചെയ്യാം ഓർ മോണിറ്റർ ചെയ്യാം. പിന്നെ പ്രിസ്ക്രിപ്ഷനകത്ത് ഡീറ്റെയിൽസ് ഓഫ് പേഷ്യൻ്റ്, ഇൻഫോർമേഷൻ റിഗാർഡിംഗ് ഡ്രഗ്, നെയിം ആൻഡ് സിഗ്നേച്ചർ ഓഫ് ദി ഫിസിഷ്യൻ ഉണ്ടോ എന്നുള്ള കാര്യം ഉറപ്പുവരുത്താം. ഓക്കെ. ഇൻ ദ കേസ് ഓഫ് കൺട്രോൾഡ് ഡ്രഗ് പ്രിസ്ക്രിപ്ഷൻ ആണെങ്കിൽ, അതായത് കൺട്രോൾഡ് ഡ്രഗ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം മറ്റേ ഷെഡ്യൂൾ എക്സി വരുന്ന ഡ്രഗ്സാണ് കൺട്രോൾഡ് ഡ്രഗ്സ് അല്ലേ. നാർക്കോട്ടിക്സ് ആണെങ്കിലോ അല്ലെങ്കിൽ ഹിപ്നോട്ടിക്സ്, സെഡേറ്റീവ്സ്, അങ്ങനെയുള്ള ഡ്രഗ്സ് അങ്ങനെ കൺട്രോൾ ഡ്രഗ്സ്. ഇങ്ങനെയുള്ള ഡ്രഗ്സ് പ്രിസ്ക്രൈബ് ചെയ്യുമ്പോൾ ഫിസിഷ്യൻസ് DA നമ്പർ അതിനകത്ത് മെൻഷൻ ചെയ്തിരിക്കണം. പ്രിസ്ക്രിപ്ഷൻ DA നമ്പർ എന്ന് പറഞ്ഞാൽ ഡ്രഗ് എൻഫോഴ്സ്മെൻറ്റ് അതോറിറ്റിയുടെ നമ്പറാണ്. ഓക്കെ. ഡ്രഗ് എൻഫോഴ്സ്മെൻറ്റ് അതോറിറ്റി കൊടുക്കുന്ന ഒരു നമ്പറാണ്. അത് രജിസ്റ്റേർഡ് നമ്പറാണ്. DA രജിസ്റ്റേർഡ് നമ്പർ എന്നാണ് അതിനെ പറയുന്നത്. ഓക്കെ. ഫിസിഷ്യൻ ഉണ്ടാവും, ആ നമ്പർ അതിനകത്ത് മെൻഷൻ ചെയ്യണം. ഓക്കെ. ഇൻ കേസ് ഓഫ് ഷെഡ്യൂൾ 2 ഡ്രഗ്സ് എന്ന് പറഞ്ഞാൽ നാർക്കോട്ടിക്സിനാണ് നമ്മളെന്ത് പറയുന്നത്? ഷെഡ്യൂൾ 2 ഡ്രഗ്സ് എന്ന് പറയുന്നത്. ഓക്കെ. നാർക്കോട്ടിക്സിന് പറയുന്ന ഷെഡ്യൂൾ 2 ഡ്രഗ്സ് ലിമിറ്റഡ് ഓൺലി 30 days സപ്ലൈ, റീഫില്ല് ചെയ്യാൻ പാടില്ല. ഇൻ കേസ് ഓഫ് 3 and 4 എന്ന് പറഞ്ഞാൽ ബാർബിച്ചറേറ്റ്സും ഡയസപ്പാംസും ആണ് 3 and 4 വരുന്നത്. ഓക്കെ. ലിമിറ്റഡ് ടു 30 days, റീഫിൽ അപ് ടു 5 times വിത്തിൻ 6 months ഓഫ് ഇഷ്യൂ ഡേറ്റ്. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. ഓക്കെ. ഇത്രയുമാണ് നമുക്ക് PTCയുടെ കാര്യങ്ങൾ പറയാനുള്ളത്. അപ്പോൾ PTCയിൽ എന്തൊക്കെയാണ് പറഞ്ഞത്? സോ നമ്മൾ ഡിസ്കസ് ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ PTCക്കകത്ത് വാട്ട് ഈസ് PTC, ഓർഗനൈസേഷൻ, കോമ്പോസിഷൻ ഓഫ് PTC, മേജർ ഒബ്ജക്റ്റീവ് ഓഫ് ദി PTC, ഓപ്പറേഷൻ ഓഫ് ദി PTC ആൻഡ് ഫങ്ഷൻസ് ഓഫ് PTC. ഇത്രയുള്ള കാര്യങ്ങൾ നിങ്ങൾ തറവായിട്ട് പഠിക്കുക. എക്സാമിനേഷന് ചോദിക്കുന്നതാണ്. നോർമലി എക്സാമിനേഷന് ഷോർട്ട് ക്വസ്റ്റ്യനോ 5 marks 10 marks ക്വസ്റ്റ്യനൊക്കെ നോർമലി ചോദിക്കാറുണ്ട്. ഓക്കെ. എല്ലാം ഇമ്പോർട്ടൻറ്റ്. ഓക്കെ. താങ്ക് യു.